10 കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടു എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. മൗലാന മസൂദ് അസറിന്റെ 10 കുടുംബാംഗങ്ങൾ, സഹോദരി അടക്കം കുടുംബാംഗങ്ങളായ 10 പേർ കൊല്ലപ്പെട്ടു എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അങ്ങനെ ഓപ്പറേഷൻ സിന്ദൂർ, ഇന്ത്യ നടത്തിയുള്ള പ്രത്യാക്രമണത്തിൽ ഇന്ത്യ തിരയുന്ന ഭീകരൻ മൗലാന മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങളായ 10 പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഏറ്റവും പുതിയ വാർത്ത. കാരണം അവരുടെ ആസ്ഥാനത്തിന് നേരെ തന്നെയാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത് ബാലൻപൂരിലെ. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിട്ടുള്ള ആക്രമണത്തിൽ ഇപ്പോൾ ഏതായാലും 10 പേർ കൊല്ലപ്പെട്ടു എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അതാണ് ഈ നിമിഷത്തെ, ഈ മിനിറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അങ്ങനെ ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യ എന്ത് ലക്ഷ്യം വെച്ചോ അത് വിജയിച്ചിരിക്കുന്നു എന്ന് തന്നെ ഈ ഘട്ടത്തിൽ പറയാം. മൗലാന മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങളായ 10 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നിമിഷം. കാരണം ഭീകര ക്യാമ്പുകൾ പാകിസ്ഥാനിൽ 1971 ശേഷം, യുദ്ധത്തിന് ശേഷം ഇന്ത്യ പാകിസ്ഥാനിൽ കടന്നുകൊണ്ട് ഒരു ആക്രമണം നടത്തിയത് ആദ്യമായിട്ടായിരുന്നു. ഈ 4 സ്ഥലങ്ങൾ ലക്ഷ്യം വെച്ചിരുന്നു. ഈ 4 സ്ഥലങ്ങൾ, അതായത് ഭീകര ക്യാമ്പുകൾ തന്നെയായിരുന്നു ഈ 4 കേന്ദ്രങ്ങളും ലക്ഷ്യം വെച്ചത്. അതായത് പാകിസ്ഥാനിൽ ലക്ഷ്യം വെച്ച ഒന്ന് സർജാൽ ക്യാമ്പ്, അത് സിയാൽകോട്ട്. ഈ സർജാൽ ക്യാമ്പാണ് ഹിസ്ബുളിന്റെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നത്. മെഹ്മൂന ജോയ അതാണ് ഹിസ്ബുളിന്റെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നത്. മർക്കസ് തൈബയാണ് ഇത്തരത്തിൽ ഹാഫിസ് സയ്യിദിന്റെ ഒക്കെ തന്നെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നത്. അങ്ങനെ മർക്കസ് സുബനല്ലയാണ് ബഹാവൽപൂരിൽ പ്രവർത്തിക്കുന്നത്. അതാണ് ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നത്. ഇത് വലിയ ഏക്കർ കണക്കിന് വരുന്ന ഒരു കോംപ്ലക്സ് ആണ്. അവിടെ പരിശീലന കേന്ദ്രമുണ്ട്, മതപഠന കേന്ദ്രമുണ്ട്, വീടുകളുണ്ട്. അങ്ങനെ വലിയൊരു കോംപ്ലക്സ് ആണ് ഈ സ്ഥലം. അവിടെയാണ് ഇന്ത്യ ഏതായാലും തെരഞ്ഞെടുത്ത് ആക്രമണം നടത്തിയിരിക്കുന്നത്. മൗലാന മസൂദ് അസറിന്റെ സഹോദരി ഉൾപ്പെടെ 10 പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ ഈ മിനിറ്റിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. പ്രത്യേകിച്ച് 2001 ശേഷം നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ പല ആക്രമണങ്ങളും നടത്തിയിട്ടുള്ളത് ജെയ്ഷെ മുഹമ്മദാണ്. 2001 പാർലമെന്റ് ആക്രമണം നടക്കുന്നു. 2016 പട്ടാൻകോട്ടിൽ സൈനിക താവളത്തിന് നേരെ ആക്രമണം നടക്കുന്നു. 2019 പുൽവാമയിൽ ആക്രമണം നടക്കുന്നു. ഈ ആക്രമണങ്ങൾക്കൊക്കെ തന്നെ ജെയ്ഷെ മുഹമ്മദിന് വലിയ പങ്കുണ്ട്. അങ്ങനെ ഇന്ത്യ തിരയുന്ന, അല്ലെങ്കിൽ ഇന്ത്യയിൽ എണ്ണിയാലൊടുങ്ങാത്ത ആക്രമണം നടത്തിയ ഭീകരന്റെ താവളം തന്നെ ഇപ്പോൾ സൈന്യം തകർത്തിരിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂരിൽ തകർത്തിരിക്കുന്നു. ഇപ്പോൾ 10 പേർ ഏതായാലും കൊല്ലപ്പെട്ടിരിക്കുന്നു. മൗലാന മസൂദ് അസറാകട്ടെ എവിടെ എന്ന കാര്യം ഇപ്പോൾ ഒരു വിവരവും ലഭിക്കുന്നുമില്ല. ഏതായാലും സഹോദരി അടക്കം 10 പേർ കൊല്ലപ്പെട്ടു എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ഇന്നത്തെ ആക്രമണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബഹാവൽപൂരിലെ മർക്കസ് സുബാൻ അള്ള ഇന്ത്യ തകർത്തിരിക്കുകയാണ്. അവിടെയാണ് ജെയ്ഷെ മുഹമ്മദ് എന്ന കൊടും ഭീകര സംഘടനയുടെ തലവനായിരുന്ന മൗലാന മസൂദ് അസദിന്റെ താമസം. മൗലാന മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മസൂദ് അസദ് എവിടെ, ഇല്ലേ, മസൂദ് അസർ എവിടെ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ലോകം ചോദിക്കുന്നത്. ഇന്ത്യ ചോദിക്കുന്നത് മസൂദ് അസർ കൊല്ലപ്പെട്ടോ എന്നുള്ള കാര്യമാണ്. അത് ഇപ്പോൾ സംശയം മാത്രമാണ്. മസൂദ് അസർ ഒരിക്കൽ ഇന്ത്യ വിട്ടുകൊടുത്തയാളാണ്, ഇന്ത്യക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നയാളാണ്. കാണ്ഡഹാർ വിമാനറാഞ്ചലിന് പകരമായിട്ട് വിട്ടുകൊടുക്കേണ്ടി വന്നയാളാണ്. അതിനുശേഷം പാകിസ്ഥാൻ മസൂദ് അസറിനെതിരെ ഞങ്ങൾ നടപടി എടുക്കുന്നു എന്ന് പറഞ്ഞ് വീട്ടുതടങ്കലിലാക്കിയതാണ്, ഒരിക്കൽ വിട്ടയച്ചതാണ്. പാകിസ്ഥാനിൽ ഒരു കുറ്റവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ പാർലമെന്റ് ആക്രമണത്തിന് ശേഷം അസറിനെ അവിടെ 1 വർഷം വീട്ടുതടങ്കലിലാക്കിയതാണ്. അതിനുശേഷം മോചിപ്പിച്ചതാണ് പാകിസ്ഥാൻ. പുൽവാമ ആക്രമണത്തിലും മസൂദ് അസറിന് പങ്കുണ്ട് എന്നുള്ള കാര്യം NIA കണ്ടെത്തിയതാണ്. അതിൽ അവിടെ പാകിസ്ഥാനിൽ നടപടി ഉണ്ടായതാണ്. പക്ഷേ എന്നും മസൂദ് അസർ പാകിസ്ഥാന്റെ ഒരു അതിഥി തന്നെയായിരുന്നു. അവിടെ ഒരു പൊതുയോഗത്തിൽ മസൂദ് അസർ പറഞ്ഞ കാര്യം ഇന്ത്യയെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം എന്നുള്ളതാണ്. കശ്മീരികളെ ഇന്ത്യയിൽ നിന്ന് മോചിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് പറഞ്ഞ ആളാണ് മസൂദ് അസർ. അങ്ങനെ മസൂദ് അസറിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് 2015 മുതലാണ് ഓപ്പറേഷണൽ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ട് ഈ മർക്കസ് ഉണ്ടായിരുന്നത്. സുബാനുള്ള എന്നുള്ള മർക്കസ് ഉണ്ടായിരുന്നത് ബഹാവൽപൂരിൽ. അവിടമാണ് ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നത്. അതെ, ഇതിലേറെക്കുറെ സ്ഥിരീകരണം വരികയാണ്. 10 ഫാമിലി മെമ്പേഴ്സ് ആണ് അസദിന്റെ 10 സഹോദരിയും സഹോദരി ഭർത്താവും അടക്കമുള്ള 10 കുടുംബാംഗങ്ങൾ മരണപ്പെട്ടു എന്ന കാര്യം ഏറെക്കുറെ സ്ഥിരീകരിക്കാൻ കഴിയും. പാകിസ്ഥാന്റെ മറുപടി ഇക്കാര്യത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ നമുക്കുറപ്പിക്കാം, അവിടെ വ്യാപക നാശനഷ്ടമുണ്ടായി. അവിടെ അതിനുള്ളിൽ താമസിച്ച കുടുംബാംഗങ്ങൾക്കടക്കം വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി. അവിടെ കുടുംബാംഗങ്ങൾ 10 പേർ മരണപ്പെട്ടു എന്ന കാര്യത്തിലേക്ക് തന്നെയാണ്. പക്ഷേ അസദ് എവിടെയെന്ന ചോദ്യം കൂടി അവശേഷിക്കുന്നുണ്ട്. ഒരു പക്ഷേ പാകിസ്ഥാൻ ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടി വരും. ഒരിക്കൽ കൂടി നമുക്ക് പാകിസ്ഥാനിൽ നിന്നും ചോദ്യം ഉയരുകയാണ്. എവിടെ സൈന്യം എന്ന ചോദ്യമാണ്. ഇന്ത്യൻ മിസൈലുകളിൽ കെട്ടിടങ്ങൾ തകർന്നു വീഴുമ്പോൾ എവിടെ സൈന്യം എന്ന ചോദ്യം പാകിസ്ഥാനിൽ നിന്ന് തന്നെ ഉയരുകയാണ്. കേൾക്കാം ശബ്ദം ഒരിക്കൽ. पाकिस्तानी और इंडिया ने जंग शुरू कर दी है अभी मेरे बहावलपुर सिटी के अंदर।
मौलाना मसूद अजहर साहब के जो है मदरसा है उसके ऊपर 4 मिसाइल दागे गए हैं। 4 मिसाइलों के साथ हमला किया गया है मौलाना मसूद अजहर साहब के मदरसे के ऊपर। हम अपनी अफवाज पाकिस्तान के साथ खड़े हैं, लेकिन मेरा सवाल है कि हमारी एजेंसीज कहाँ सोई हुई थी, हमारी अफवाज पाकिस्तान कहाँ सोई हुई थी जब ये हमला हुआ। मुजफ्फराबाद की भी खबर आ रही है कि मुजफ्फराबाद वाली साइड पर भी ये अटैक हुआ है, लेकिन सबसे पहले मेरे बहावलपुर सिटी के अंदर अटैक हुआ है ब्लास्टिक मिसाइल के साथ। उन्होंने हमला किया है मौलाना मसूद अजहर साहब के मदरसे के ऊपर। 4 मिसाइल मारे गए हैं। अभी ये कहना कबल वक्त है कि गोया कितनी सच्चाई है इस खबर के अंदर, किस साइड से ये मिसाइल आए हैं, ये अभी कन्फर्म होना बाकी है। लेकिन ये कन्फर्म न्यूज़ है कि उनके मदरसे के ऊपर 4 मिसाइल मारे गए हैं। ഇതാണ് സ്ഥിരീകരിച്ചു കഴിഞ്ഞിരുന്നു. നേരത്തെ തന്നെ ഒരു പാകിസ്ഥാൻ സ്വദേശിയാണ് ഇക്കാര്യം പറഞ്ഞത് അല്ലേ? ബഹാവൽപൂർ സ്വദേശി തന്നെയാണ് ഇക്കാര്യം പറഞ്ഞത്. മൗലാന മസൂദ് അസറിന്റെ ലഷ്കർ-ഇ ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടനയുടെ തലവൻ താമസിച്ചിരുന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു മിസൈൽ 4 മിസൈലുകൾ പതിച്ചിട്ടുണ്ട് എന്നാണ് പാകിസ്ഥാൻ സ്വദേശി ബഹാവൽപൂർ സ്വദേശി പറയുന്നത്. അതിൽ പാകിസ്ഥാൻ സൈന്യം എവിടെ എന്നുള്ള ചോദ്യവും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. പാകിസ്ഥാൻ സൈന്യമൊക്കെ ഇനി നോക്കി നിൽക്കാനേ പറ്റുകയുള്ളൂ, ഇന്ത്യയുടെ ആക്രമണം തുടങ്ങിക്കഴിഞ്ഞു, ഭീകരരുടെ വേരറുക്കുന്നതുവരെ ഇന്ത്യയുടെ ഈ പോരാട്ടം തുടരും. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ജെയ്ഷെ മുഹമ്മദിന്റെയും ലഷ്കർ-ഇ തോയ്ബയുടെയും ഹെഡ് ക്വാർട്ടേഴ്സുകൾ തന്നെ ആക്രമിച്ചു ഇന്ത്യ പാകിസ്ഥാന് ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മൗലാന മസൂദ് അസറിനെയും ഹാഫിസ് സയ്യിദിനെയും വെച്ച് കുറെ നാളുകളായി പാകിസ്ഥാൻ വിലപേശാൻ തുടങ്ങിയിട്ട് അതിനാണ് ഇന്ത്യ മറുപടി നൽകിയിരിക്കുന്നത്. മസൂദ് അസറിന്റെ 10 കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അസർ എവിടെയാണ് എന്നുള്ള ചോദ്യമാണ്. മസൂദ് അസറിനെ എവിടെയാണ് പാകിസ്ഥാൻ ഒളിപ്പിച്ചിരിക്കുന്നത്? ഇപ്പോഴും പാകിസ്ഥാനിൽ കുറ്റവാളിയൊന്നുമല്ല മസൂദ് അസർ. വീട്ടുതടങ്കലിലാണെന്ന് പലതവണയും പറയാറുണ്ട് പാകിസ്ഥാൻ. പക്ഷേ ഓരോ ആക്രമണ സമയത്തും ഇന്ത്യൻ ആക്രമണം ഭയന്ന് പലതവണയും മസൂദ് അസറിനെയും ഹാഫിസ് സയ്യിദിനെയും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് പാകിസ്ഥാൻ മാറ്റുന്നതാണ്. അങ്ങനെ ഏത് ഒളിത്താവളത്തിലാണ് മസൂദ് അസർ ഉള്ളത് എന്നുള്ള കാര്യമാണ്. എന്തായാലും ഇതേക്കുറിച്ചുള്ള സ്ഥിരീകരണം അല്പസമയത്തിനും പ്രതീക്ഷിക്കാം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, മർക്കസ് സുബാൻ അള്ള ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ്. ഇതായിരുന്നു ഓപ്പറേഷണൽ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ജെയ്ഷെ മുഹമ്മദ്. ഇന്ത്യ തിരിച്ചടിക്കുമെന്ന് കരുതിയെങ്കിലും പാകിസ്ഥാൻ ഇത്ര കണ്ട് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല, ഉറപ്പാണ്. കാരണം ഇന്ത്യയുടെ തിരിച്ചടി അതിർത്തി മേഖലകളിൽ ഒതുങ്ങും എന്ന് കരുതി, അതല്ലെങ്കിൽ അതിർത്തി മേഖലയിലെ ചിലയിടങ്ങളിലേക്ക് മാത്രമായിരിക്കും ഇന്ത്യ ലക്ഷ്യം വെക്കുന്നതെന്ന് കരുതി. പക്ഷേ അതിനപ്പുറം ഇന്ത്യ കടന്നു ചെന്നു. 100 കിലോമീറ്റർ അപ്പുറം, അതിർത്തിക്കപ്പുറം 100 കിലോമീറ്റർ അപ്പുറം ജെയ്ഷെ മുഹമ്മദിൻ്റെ, ഇന്ത്യയുടെ ഹിറ്റ് ലിസ്റ്റിലുള്ള പ്രധാനിയുടെ തന്ത്രപ്രധാനമായ ഇടത്തേക്ക് തന്നെ മിസൈലുകൾ പായിച്ച് അവിടെ നാശനഷ്ടം വരുത്തി തന്ത്രപ്രധാനമായ നീക്കം നടത്താൻ കഴിഞ്ഞു എന്നതാണ്. മഞ്ജുഷ, രാവിലെ പുറത്തു വന്ന പാകിസ്ഥാൻ മാധ്യമങ്ങൾ പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ ഒരു കാര്യം വ്യക്തമാണ്. ഒരു തരത്തിലും ഇന്ത്യയുടെ സൈനിക നീക്കം നേരത്തെ മുൻകൂട്ടി അറിയാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. ആദ്യ മിസൈൽ വന്നതിന് ശേഷവും ആ ജാഗ്രതാ നിർദ്ദേശങ്ങളൊന്നും അവിടെ ഉണ്ടായില്ല. കാരണം ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ആളുകൾ യാത്ര ചെയ്യുന്നതിനിടയിൽ മിസൈലുകൾ വന്ന് വീഴുന്ന ആ ദൃശ്യങ്ങളും ദൂരെ നിന്നുള്ള ആ പൊട്ടിത്തെറിക്കുന്ന ദൃശ്യങ്ങളും ഒക്കെ കാണാൻ കഴിയും. അപ്പോൾ എന്തായാലും പാകിസ്ഥാൻ്റെ ഇൻ്റലിജൻസ് മേഖലകൾ പൂർണ്ണമായും തകർച്ചയുണ്ടായി. ഇന്ത്യയുടെ സൈനിക നീക്കത്തെ തിരിച്ചറിയാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്തായാലും ഇന്ത്യ നടത്തുന്ന നീക്കം അത് പ്രധാനപ്പെട്ട നീക്കമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു യുദ്ധതന്ത്രം കൂടിയായി ഇന്ത്യ മാറുകയാണ്. നമുക്ക് തുടക്കം തൊട്ട് മസൂദ് അസറിന്റെ സഹോദരിയും സഹോദരി ഭർത്താവും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ 10 ഫാമിലി മെമ്പേഴ്സ് കൊല്ലപ്പെട്ടു എന്നുള്ളതിൽ മസൂദ് അസറിന്റെ സഹോദരിയും ഉൾപ്പെടുകയാണ്, അതേപോലെ തന്നെ സഹോദരിയുടെ ഭർത്താവും ഉൾപ്പെടുകയാണ് എന്നുള്ള വിവരമാണ്. പക്ഷേ മസൂദ് അസർ എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. എന്തായാലും അതൊരു ഏറ്റവും വലിയ അറ്റാക്ക്, ബഹാവൽപൂരിലെ ആക്രമണം തന്നെയാണ് ഏറ്റവും പ്രധാനം. ഇതാണ് ഇന്ത്യ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം അതിർത്തിയിൽ നിന്ന് 100 കിലോമീറ്റർ അകലെയാണ് ഈ പറയുന്ന മർക്കസ് സുബാൻ അള്ള ബഹാവൽപൂരിലെ. അവിടെയാണ് ജെയ്ഷെ മുഹമ്മദിന്റെ ഓപ്പറേഷണൽ ഹെഡ് ക്വാർട്ടേഴ്സിന് നേരെ ഇന്ത്യ മിസൈലുകൾ തൊടുത്തുവിട്ടത്. അവിടെയാണ് മസൂദ് അസറിന്റെ ആസ്ഥാനം. അവിടെ നിന്നാണ് മസൂദ് അസർ പല ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിച്ചിരുന്നത്. അവിടെ ഭീകരരുടെ നഴ്സറിയായി തന്നെ പ്രവർത്തിച്ചു വരികയായിരുന്നു. അവിടെ തന്നെയാണ് മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങളും ഉണ്ടായിരുന്നത്. 2015 മുതൽ ഇത് ഓപ്പറേഷണൽ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിരുന്നു. ആ ദൃശ്യങ്ങൾ വരുന്നുണ്ട്. മസൂദ് അസറിന്റെ ഈ മർക്കസ് സുബാനുള്ള തകർത്ത് തരിപ്പണമാക്കി മാറ്റിയിരിക്കുന്നത് ഇന്ത്യ. ഇത് പാകിസ്ഥാനുള്ള ഒരു മുന്നറിയിപ്പാണ്. മർക്കസ് സുബാനുള്ള ദൃശ്യങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ തകർത്തു എന്നുള്ള വിവരം ആ പാകിസ്ഥാൻ സ്വദേശി തന്നെ അവിടെ പറഞ്ഞിരുന്നു. ബഹാവൽപൂരിലെ ആൾ തന്നെ പറഞ്ഞിരുന്നു അവിടെ തകർത്തു, ഇന്ത്യയുടെ മിസൈലുകൾ വന്ന് പതിച്ചു എന്നുള്ള കാര്യം. മൗലാന അസദ്, കൂടുതൽ ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. ഇന്ത്യ നടത്തിയ സൈനിക നീക്കത്തിന്റെ
കൂടുതൽ यार, ദൃശ്യങ്ങളാണ് मौलवी ഇതാ बैग में देखिए പ്രേക്ഷകർക്ക് यार, മുന്നിലേക്ക് ठीक है। ന്യൂസ് 18 ആദ്യം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ਇੱਥੇ എത്തുകയാണ് ਵੇਖ ਨਾ കൂടുതൽ ਅੱਗੇ ദൃശ്യങ്ങൾ ਉਹਦੇ ਕੋਲ। പാകിസ്ഥാനിലെ ഭീകര